സ്വതന്ത്ര ഭാരതത്തിൽ എന്താണ് നടക്കുന്നത്? പാവപ്പെട്ട അധ്വാന വർഗത്തിന്റെ നെഞ്ചില് നിയമപാലകർ പൊങ്കാലയിടുന്ന അതിദാരുണമായ രംഗങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയത അത് ഞങ്ങൾ സമ്മതിക്കില്ല. വർഗീയത എന്ന വാക്കിനെ നമ്മൾ ഒന്നിച്ചെതിർക്കണം. വർഗീയത കൊണ്ട് നാം ഇതുവരെ എന്ത് നേടി? വർഗീയത ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി വ റ ഗ യ ത തുടങ്ങിയ മലയാള അക്ഷരങ്ങൾ എടുത്തു കളയാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. വർഗീയതയാൽ മാറ്റി നിൽക്കപ്പെടേണ്ടി വരുന്നവർ, വർഗീയത മുതലാക്കുന്നവർ വേണ്ട. വർഗീയത ഇവിടെ വേണ്ട. വർഗീയത എന്ന വാക്കുച്ചരിക്കുന്ന ഏത് വിവരദോഷിയും വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വർഗീയവാദിയായിരിക്കും. 61 വർഗീയത ആയല്ലോ, മതി. നിർത്തുന്നു എൻ്റെ വർഗീയ നമസ്കാരം. ഈ പൗരത്വ നിയമ ഭേദഗതി നിയമത്തെ കേരളം ഒന്നിച്ച് എതിർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. യോജിച്ച പ്രക്ഷോഭത്തിന് എല്ലാവരുമായി ചേരുമെന്ന് CPM പറയുന്നു. വല്ലാത്ത ഉത്സാഹം. ഭക്തരെ പൊരിവെയിലിൽ പ്ലക്കാർഡുമായി തൊണ്ട കീറി വിളിച്ച് നടത്തിയിട്ടാണെങ്കിലും വർഗീയത ഒരു ആയുധമാക്കി വോട്ടടിക്കാനുള്ള അവസാന ശ്രമം. ഇതെന്താണെന്നും എന്തിനാണെന്നും അറിയാമെങ്കിലും ശൂന്യതയിൽ തരികിടകൾ സൃഷ്ടിച്ച് ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരംതാഴൽ. ഹിന്ദുത്വ രാഷ്ട്രമായി ഈ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിക്കുന്നത്. വഞ്ചക, ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. 24 മണിക്കൂറിനിടെ 240 തവണ മൈക്കിന് മുന്നിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം എന്നാവർത്തിച്ച് വർഗീയത ചുവപ്പിൽ കലർത്തി മനുഷ്യരുടെ മെഡില്ല ഒബ്ലാങ്കേറ്റയിലോട്ട് ഒഴിക്കുന്നത് ആരാണ്? വർഗീയ ധ്രുവീകരണം എന്നൊക്കെ അങ്ങ് ഊന്നി പറഞ്ഞ് വോട്ട് മേടിക്കാൻ മതേതരത്വത്തെയൊക്കെ കൂട്ടുപിടിക്കുന്നത് മോശമല്ലേ? മലയാളികളെ നേരിട്ട് ബാധിക്കുന്നതായ നിരവധി പ്രശ്നങ്ങളിൽ മൗനവ്രതം തുടരുമ്പോഴും കുത്തിത്തിരിപ്പിന് ആഹ്വാനം ചെയ്യാൻ എന്താ വ്യഗ്രത! വെല്ലുവിളി ശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇതിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമപരമായിട്ടും അതുപോലെ തന്നെ ഈ നിയമത്തിനെതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് കേരളം ഒന്നടങ്കം തീരുമാനിക്കാൻ പോകുന്നത്. അല്ല, അതിശക്തമായിട്ട് കേരളം ഒന്നടങ്കം നേരിടും എന്നൊക്കെ ആവേശം കാട്ടാൻ മഹാപ്രളയം വരുന്നുണ്ടോ? നിങ്ങൾ ഈ അരയും തലയൊക്കെ മുറുക്കി പ്രസംഗിച്ച് തള്ളുന്നത് കേട്ടാൽ തോന്നുന്നു ഇന്ത്യയെ 14 കഷ്ണമാക്കി മുറിക്കാൻ പോവാന്ന്. പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയൊക്കെ ന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം എടുത്തിട്ട് അലക്കി വോട്ടാക്കാനുള്ള നാണമില്ലായ്മ. ഈ ശക്തിയൊക്കെ മലയാളികളുടെ ജീവിതം കരകയറ്റാൻ കാണിച്ചിരുന്നെങ്കിലോ? ഇന്ത്യ മുന്നണി വരുന്നതോടെ ആ ബിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. മിലിറ്ററിയാണ്, അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. ചെസ് നമ്പർ 2. ഇങ്ങനെയൊക്കെ 2 ഡയലോഗ് അടിച്ചാലെങ്കിലും അടുത്ത ഭരണം കിട്ടുമോ എന്ന് നോക്കാനുള്ള ശ്രമം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നാൽ നേരെ ഇവരുടെ കയ്യിലോട്ടാണല്ലോ കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയും. അപ്പോൾ അണ്ണനത് അറബിക്കടലിലേക്കോ ആമസോൺ കാട്ടിലേക്കോ ഒക്കെ എറിയും. അന്തിമ തീരുമാനം ആ കൈകളിലാണല്ലോ. ഡബിൾ കഷ്ടമാണ്. ഒരു കാരണവശാലും മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം ബിൽ നടപ്പിലാക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം. അയ്യോ പോട്ടെ പോട്ടെ. ശരീരത്തിന് പുറത്തിറ്റുന്ന ഒരു തുള്ളി വിയർപ്പിന്റെ വിലയറിയാൻ AC ഓഫാക്കേണ്ടി വരുന്ന ഒരു ജനകീയ നേതാവിന്റെ ദാരുണമായ നിലവിളിയായി കണ്ടെങ്കിലും ഇലക്ഷന് നിങ്ങൾ എന്നെ പരിഗണിക്കണമേ എന്ന് ഞാൻ ഈ കുളം കലക്കലിലൂടെ അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വലിയ രൂപത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കാൻ വേണ്ടിയാണെന്നും ഭാവിയിൽ വലിയ രൂപത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും ഏറ്റവും ആദ്യം ആധികാരികമായി പറഞ്ഞ പ്രസ്ഥാനം CPM ആണ്. അയ്യോ, ഇത് പെറ്റതള്ള പോലും സഹിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ആസൂത്രിതമായി മാസപ്പടി എന്ന വഴി തിരഞ്ഞെടുത്തത്.
ആ ബോണ്ടാണ് ബോണ്ട്. 1 രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് കൈപ്പറ്റാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, നിയമ പോരാട്ടം നടത്തിയത്. ഇത് കണ്ട പാതാളക്കരണ്ടി, ഇത് അണ്ണാക്ക് കമർത്തി വെളിയിലേക്ക് ഒരു വെളി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ബക്കറ്റ് പിരിവിന്റെ കണക്ക് വായുവിൽ എഴുതി കൂട്ടുന്നതാണ് പതിവ്. അതുകൊണ്ട് ആ കണക്ക് കൃത്യമായി സൂക്ഷിക്കാനുള്ള സംവിധാനമില്ല. അന്തരീക്ഷമായിട്ട് പല ചർച്ചകളും നടത്തുന്നുണ്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ. അതിലേക്കായി ഒരു 250 കോടിയാണ് കണക്കാക്കുന്നത്. അഴിമതിക്ക് പിന്നെ കണക്കില്ലല്ലോ, അത് ഞങ്ങളുടെ സ്വകാര്യ ലിപിയല്ലേ. ബൂർഷുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഐശ്വര്യം. പുല്ല് വെട്ടാൻ പറഞ്ഞു ഇവിടെയാണോ പുല്ല്? മാറി നിൽക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. മാറ്റി വെട്ടണ.